പലപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു NRI ഫോക്കസ്ഡ് ആയിട്ട് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. NRI അക്കൗണ്ടുകൾ, NRIക്ക് വേണ്ടിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ, അങ്ങനെയുള്ള ടോപ്പിക്കിൽ കൂടി വീഡിയോസ് ചെയ്യാനായിട്ട്. സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് NRI ബാങ്ക് അക്കൗണ്ടുകൾ നോക്കാം. പല ബാങ്കിലും ലഭ്യമായിട്ടുള്ള NRI കാറ്റഗറി, NRO കാറ്റഗറി അക്കൗണ്ടുകൾ നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. ഫെഡറൽ ബാങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള NRI അക്കൗണ്ട്സുകൾ, NRO അക്കൗണ്ട്സുകൾ നോക്കാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളിൽ ആരെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ഈ പറയുന്ന അക്കൗണ്ട് വേരിയൻറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ബാങ്കിലാണ് NRI, NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതാണ് ബാങ്ക്, ഏത് അക്കൗണ്ട് വേരിയൻ്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനെപ്പറ്റി നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. അക്കൗണ്ട് വേരിയൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അല്ലാതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ഓപ്പൺ ചെയ്യുക. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ആദ്യം ഫെഡറൽ ബാങ്കിൽ നമുക്ക് സീറോ ബാലൻസ് NRI കാറ്റഗറിയും NRO കാറ്റഗറിയും അക്കൗണ്ടുകൾ ലഭ്യമല്ല. നമ്മളൊരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് NRI സേവിങ്സ് അക്കൗണ്ട് വേരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് NRI പ്രോസ്പെര സേവിങ്സ് അക്കൗണ്ട് ആണ്. 25,000 രൂപയാണ് അതിനകത്ത് മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഫെഡറൽ ബാങ്ക് ഫെഡ് NRI പവർ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. അതിനകത്ത് 5,000 രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ NRI EVE പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അതിനകത്ത് 50,000 രൂപയാണ് മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് NRI സീഫറർ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അത് മറൈൻ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആണ്. അതിനകത്ത് 10,000 രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നാട്ടിലെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ഒരു അക്കൗണ്ട് കാറ്റഗറിയാണ് NRO സേവിങ്സ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫെഡ് NRO പവർ, അതിനകത്ത് 5,000 രൂപയാണ് മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഫെഡ് NRO പ്രീമിയം, അതിനകത്ത് 25,000 രൂപയാണ് മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ ഒരു NRI വേരിയന്റ് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് NRO അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്യാം. ഓൺലൈനായിട്ട് തന്നെ NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഫെഡറൽ ബാങ്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഫെഡറൽ ബാങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന NRI അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫെഡ് NRI പവർ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. 5,000 രൂപ ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്ന ഒരു വേരിയന്റ് ആണ്. ഇനി NRO വേരിയന്റ് ആണെങ്കിൽ അവരുടെ ഫെഡ് NRO പവർ എന്ന് പറഞ്ഞ ഒരു 5,000 രൂപ മിനിമം ബാലൻസ് വരുന്ന ഒരു വേരിയന്റ് ആണ്. അതാണ് അവരുടെ ബേസിക് NRIസിന് വേണ്ടിയുള്ള സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഒരു അക്കൗണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. NRI അക്കൗണ്ടായ ഫെഡ് NRI പവർ നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് റിക്വയർമെന്റ് ആദ്യം പറഞ്ഞ രീതിയിൽ 5,000 രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് നോക്കിക്കഴിഞ്ഞാൽ കീപ്പ് ചെയ്യേണ്ട 5,000 രൂപയിൽ നിന്നും 20% കുറവാണ് സംഭവിക്കുന്നതെങ്കിൽ 75 രൂപ പ്ലസ് GST. 20 മുതൽ 40% വരെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ 150 രൂപ പ്ലസ് GST. ഇനിയിപ്പോൾ 40% മുകളിൽ 60% വരെ ഡൗൺഫാൾ വന്നു കഴിഞ്ഞാൽ 225 രൂപ പ്ലസ് GST. 60% മുകളിൽ 80% വരെ കുറവ് വന്നു കഴിഞ്ഞാൽ 300 രൂപ പ്ലസ് GST. ഇനിയിപ്പോൾ 80% മുകളിൽ കുറവ് വന്നു കഴിഞ്ഞാൽ 375 രൂപ പ്ലസ് GST നമ്മൾ പെനാൽറ്റി ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായി വരും. പിന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസമാണ്. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഈ കാണുന്ന പോലെ ചെറിയൊരു എമൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇനി ഈ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവറി ഇയർ 40 ഫ്രീ ചെക്ക് ലീവ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മൊബൈൽ ബാങ്കിങ് സൗജന്യമാണ്. പിന്നെ ഫ്രീ ഡെയിലി ക്യാഷ് വിഡ്രോവൽ അപ് ടു 20,000 രൂപ വരെ നമുക്ക് ഏത് ബ്രാഞ്ച് വഴിയാണെങ്കിലും നമുക്ക് 20,000 രൂപ വരെ ഡെയിലി ക്യാഷ് വിഡ്രോ ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് വിസ, സിഗ്നറ്റ്, പ്ലാറ്റിനം, ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ്. പിന്നെ ഫ്രീ അൺലിമിറ്റഡ് ക്ലിയറിംഗ്, കളക്ഷൻ ആൻഡ് ട്രാൻസ്ഫർ. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് സൗജന്യമാണ്. ഇമെയിൽ അലർട്ട് സൗജന്യമാണ്. NEFT, RTGS അങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ഈ കാണുന്നതാണ്. നമുക്ക് സിഗ്നറ്റ് വേരിയന്റ് ആണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് 3 ലക്ഷം രൂപയാണ്. ഡെയിലി ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് 50,000 രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് 3.5 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബിഗ് ബാസ്ക്കറ്റിലേക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഫുഡ് ആൻഡ് ഡൈനിങ് കാറ്റഗറിയിൽ അപ് ടു ഒരു 15% അഷ്വേർഡ് ഓഫർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റിവാർഡ് പോയിന്റ് വരുന്നുണ്ട്. ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടും. POS അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആണ് ഈ ഒരു റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുക. ഈ ഒരു ഡെബിറ്റ് കാർഡിന്റെ ജോയിനിങ് ഫീസ് 350 രൂപ പ്ലസ് GST ആണ്. ആനുവൽ ഫീസ് 350 രൂപ പ്ലസ് GST വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് 12 മന്തിൽ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാണ് വിസ സിഗ്നേച്ചറിന്റെ ചാർജ് വരുന്നത്. ഇനി എങ്ങനെ ഒരു ഫെഡ് NRI പവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം? നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. അത് കൂടാതെ നമുക്ക് ഓഫ്ലൈനായിട്ട് ഓപ്പൺ ചെയ്യാം.
ഓവർസീസിൽ മിക്ക GCC കൺട്രീസിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഈ ഓവർസീസ് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അവിടെ വഴി നമുക്കൊക്കെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു NRE അക്കൗണ്ട് നമ്മൾ വിദേശത്ത് ഏൺ ചെയ്യുന്ന ഫണ്ട് നമുക്ക് റിസീവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഒരു NRE അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നാട്ടിലെ ഫണ്ടും കാര്യങ്ങളൊക്കെ NRIസിനെ മാനേജ് ചെയ്യാനായിട്ട് NRO കാറ്റഗറി അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ NRE അക്കൗണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് NRO അക്കൗണ്ടും ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഫെഡറൽ ബാങ്കിലെ ഒരു ബേസിക് വേരിയൻ്റ് ആണ് NRO പവർ എന്ന് പറയുന്ന അക്കൗണ്ട് വേരിയൻറ്റ്. ഇതിനകത്ത് നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 5000 രൂപയാണ്. 5000 രൂപ കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് സെയിം ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അതുമായിട്ട് സെയിം ആണ്. ഇതിനകത്ത് ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 40 ഫ്രീ ചെക്ക് ലീവ്സ് ആണ് ഓരോ വർഷം കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് വിസ, സിഗ്നറ്റ്, പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ കണ്ട സെയിം ഡെബിറ്റ് കാർഡ് തന്നെയാണ്. 3 ലക്ഷം രൂപ POS ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നുണ്ട്. 50,000 രൂപ ഡെയിലി ഏറ്റവും ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നുണ്ട്. 350 രൂപ പ്ലസ് GST ആണ് ആ ഒരു ഡെബിറ്റ് കാർഡിൻ്റെയും ചാർജ് വരുന്നത്. ഫ്രീ മൊബൈൽ ബാങ്കിങ്, ഫ്രീ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഫ്രീ മൊബൈൽ അലർട്ട്, ഫ്രീ ഇമെയിൽ അലർട്ട്. പിന്നെ നമുക്ക് ബ്രാഞ്ച് വഴി ഡെയിലി ക്യാഷ് വിഡ്രോവൽ അപ് ടു 20,000 രൂപയാണ് വരുന്നത്. പിന്നെ നമുക്ക് RTGS, NEFT ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഒരു അക്കൗണ്ടിൽ വരുന്ന ഫീച്ചേഴ്സ്. നോർമലി നമുക്കൊരു ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കാറ്റഗറി അക്കൗണ്ടിലും കിട്ടും. ഈ ഒരു NRO അക്കൗണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇത് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓൾറെഡി NRE അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഫെഡ്നെറ്റ് ലോഗിൻ ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി കഴിയും. ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ATM വഴി ഒരു മാസം അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ നമുക്ക് ഒരു മാസം 5 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 23 രൂപ പ്ലസ് GST. നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 12 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. ഇന്റർനാഷണൽ ATM ചാർജ് വരുന്നത് 125 രൂപ പ്ലസ് GST ആണ്. നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഓവർസീസ് ഓഫീസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓരോ രാജ്യത്തെയും കണ്ടെത്താം. സൗദി ആണെങ്കിൽ സൗദി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗദിയിലെ റിലേഷൻഷിപ്പ് മാനേജറിൻ്റെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്, കുവൈറ്റിലുണ്ട്, ഒമാനിലുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ടിലെ നെയിമും അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കൊടുക്കുന്ന മെൻഷൻ ചെയ്യുന്ന ആ നെയിം തമ്മിൽ എക്സാക്റ്റ് ആയിട്ട് അത് മാച്ച് ചെയ്യണം. പിന്നെ നമ്മൾ പാസ്പോർട്ടായിട്ട് NRI സ്റ്റാറ്റസ് പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിനിമം ഒരു 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടാവണം. പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിന് അറ്റസ്റ്റേഷൻ റിക്വയർഡ് ആണ്. പിന്നെ ചെക്ക് ബുക്ക്, ATM കാർഡ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സോ അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ബ്രാഞ്ചിലേക്കോ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. പിന്നെ ഹൈ ആൻഡ് മീഡിയം റിസ്ക് കൺട്രീസിലുള്ളവരാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് നോട്ട് പെർമിറ്റഡ് ആണ്. പിന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് സൈസ് 1 MB താഴെ ആയിരിക്കണം. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ PDF ഫോർമാറ്റിലായിരിക്കണം. അതിൻ്റെ സൈസ് 1 MB താഴെ ആയിരിക്കണം. പിന്നെ നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് JPG ഫോർമാറ്റിലായിരിക്കണം. റെസൊല്യൂഷൻ 980x735 പിക്സൽസ് ആണ്. സൈസ് 70 KB താഴെ ആയിരിക്കണം. പിന്നെ വെബ് ക്യാം ഉപയോഗിച്ച് നമ്മുടെ കറണ്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് നമുക്ക് അയച്ചു തരും. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് സൈൻ ചെയ്തിട്ട് വീണ്ടും അവർ മെൻഷൻ ചെയ്യുന്ന ആ ഒരു ഇമെയിൽ IDയിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് റെഫറൻസ് നമ്പർ ഉണ്ടാകും. ആ റെഫറൻസ് നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഒരു അക്കൗണ്ട് ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യത്തിനും നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ ഒരു റെഫറൻസ് നമ്പർ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അവരുടെ വെബ്സൈറ്റ് വഴി തന്നെ നമ്മുടെ ആ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുക. അപ്പോൾ അവർ റെഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഈ ഒരു അക്കൗണ്ടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി